ഇഷ്ടമായ? അടിപൊളിയായി മക്കളെ, അങ്ങനെ ഉണ്ടാക്കിക്കോളേട്ടാ, നല്ല അടിപൊളി ടേസ്റ്റാ. ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കേട്ട വോയിസ് ഉമ്മയുടെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളിയാണെന്ന്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. ഉമ്മക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ തോട്ടിയും കൊണ്ടിട്ട് എങ്ങടാ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ. ഞാൻ പറമ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വാഴ കുലച്ചിട്ട് കുറച്ച് ദിവസമായി നിൽക്കണം. അതിൻ്റെ മാണി പൊട്ടിക്കാനാണ് പറഞ്ഞത്. ഞങ്ങളവിടെ മാണിക്കായ എന്നാണ് പറയുക. ഓരോ സ്ഥലത്ത് ഓരോ പേരുകളാണല്ലോ പറയുക. അതിൻ്റെ വാഴക്കൂമ്പ് എന്നൊക്കെ പറയില്ല, ആ സാധനം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് തോട്ടി കൊണ്ട് വലിച്ചിട്ട് ഒരുവിധം താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാണിക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അത് മാണിക്കായയുടെ ഉള്ളിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ തേനൊക്കെ കുടിക്കുന്ന സാധനം ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ല, അത് വേണം നമുക്ക്. അതാണ്. പിന്നെ ഉള്ളിലത്തെ നമ്മൾ കളയണമെന്നില്ല കേട്ടോ. ഉള്ളിലത്തെ നമുക്ക് എടുത്തേക്ക് നമ്മളത് തോരനും ഉപ്പേരിയൊക്കെ വെക്കുമല്ലോ. ഞങ്ങൾ പയറിട്ടിട്ടൊക്കെ അത് ഉപ്പേരി വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ ഞാൻ മാറ്റി വെക്കുന്നത്. നമുക്ക് വേറൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ്. അത് ഇൻഷാ അല്ലാഹ് നാളെ ഇനി മറ്റന്നാൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സാധനം മാത്രം മതി. അപ്പോൾ അതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ എന്തുണ്ടാക്കാനാന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവൂലേ. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അടിപൊളി ബജ്ജി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതിൽ നിന്ന് കുറച്ചായിട്ട് എടുക്കണമല്ലോ. എനിക്കറിയില്ലല്ലോ ഇത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നല്ല കേട്ടോ. എനിക്ക് കുഞ്ഞുമ്മ പറഞ്ഞു തന്നതാണ്. ഞാൻ പറയാറുണ്ടല്ലോ ഉറുക്ക് കുഞ്ഞുമ്മ എന്നുള്ളത്. അപ്പോൾ കുഞ്ഞുമ്മയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ വിചാരിച്ച് 2-3 ദിവസമായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് മണിക്കായ പൊട്ടിച്ചെടുത്ത്. പിന്നെ ഇന്ന് മോനിക്കാണെങ്കിൽ നോമ്പത്തോറുണ്ട്. അപ്പോൾ എന്തായാലും ചിക്കനും മുട്ടൊന്നും വേണ്ട. അവനാണെങ്കിൽ പിന്നെ എന്തായാലും അവനക്ക് ചിക്കനും മുട്ടി നിർബന്ധമാണ്. അതുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഓരോ ഇതളായിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ എടുത്ത് നോക്കിയിട്ട് പിന്നെ കത്രിക കൊണ്ട് വെട്ടിയിട്ട് എടുത്തു. അപ്പോൾ അത് ഇത്ര പോരാണ് നമ്മൾ എടുത്തേക്കുന്നത്. കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് എങ്ങനെയെന്ന് അറിയില്ലല്ലോ. ഫസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് പിന്നെ കൂടുതൽ വേണമെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ വീട്ടിൽ മാണിക്കായൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട, നിങ്ങൾ എടുത്ത് വെക്കും കേട്ടോ. നമുക്കിതുപോലെ ബജ്ജി ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പോൾ അതാ ഞാനത് വെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ അത് ഉപ്പിട്ടിട്ട് വെക്കണം. അതിനൊരു കറ ഉണ്ടാവില്ല, ആ കറ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടാണ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ ഒരു കായും കൂടി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, കായ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വലിയതായിട്ട് ഇഷ്ടമായില്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു കായും കൂടി മുറിച്ചിട്ടുണ്ടായിരുന്നു. കായ മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് മാത്രം മതിയായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ മാണിക്കായ കൊണ്ട് ബജ്ജി ഉണ്ടാക്കാറുണ്ടോ? ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഇനി മാണിക്കായ കിട്ടി ഞാൻ എന്തായാലും കളയില്ല, ബജ്ജി തന്നെ ഉണ്ടാക്കിയെടുക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സാധനം കൂടി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യം ഒരു സാധനം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്തായാലും അത് കാണിച്ചു തരും. അപ്പോൾ അത് കായൊക്കെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി മാറ്റി വെക്കാം. കായ ബജിയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അവിടെ എന്തായാലും ചമ്മന്തി ഉറപ്പാണ്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നാളികേരം ചിരകിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മതിയെങ്കിൽ ഇത്ര നാളികേരം ഒന്നും വേണ്ട കേട്ടോ. ഞാൻ അരമുറി എടുത്തിട്ടുണ്ട്. ഇവിടെ ചോറിൽക്കൊക്കെ ഇഷ്ടമാണ് ഈ ഒരു ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ മല്ലിയിലയാണ് വേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ എരിവ് വേണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കല്ലേ. അപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ ഇനി കുറച്ച് സുറുക്ക് ഒഴിച്ച് കൊടുക്കുക. തൈര് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തൈരാണ് കേട്ടോ. എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സുറുക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, അരക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത് തൈരൊക്കെ ആണെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. സുറുക്ക് നമ്മളൊരു പുളിക്ക് ചെറുതായിട്ടല്ല ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതായത് എല്ലാം കൂടിയിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞിട്ട് വരണം കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതും കായ ബജ്ജിയും കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചമ്മന്തി അരച്ചിട്ട് എടുത്തത്. നമ്മൾ ബിരിയാണിയിൽക്കൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല മല്ലിയിലോട്ടുള്ളൊരു ചമ്മന്തി, അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെക്കാം. ചമ്മന്തി നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് മതിയല്ലോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ ഒരു കപ്പ് കടലമാവാണ് എടുത്തേക്കണത്. ഈ ചെറിയ കപ്പ് ഉണ്ടല്ലോ, അതിലൊരു 1/4 കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ വേണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊരു എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് എരിവിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കണ കാരണമാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് പൊന്തി വരണം, പിന്നെ കാണാനൊരു ഭംഗി വേണമല്ലോ.
പിന്നെ ആവശ്യത്തിനും കൂടുതൽ കായപ്പൊടി ഇട്ട് കൊടുത്തോളൂ. കായപ്പൊടിയൊക്കെ കുറച്ച് മുൻതൂക്കിട്ട് അല്ലാണ്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും ബജ്ജി ഉണ്ടാക്കി എടുക്കുമ്പോൾ. ഇനി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നത് കലക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ മാവാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ആദ്യം കലക്കിയെടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് നമ്മൾ ബജിക്കൊക്കെ ഉണ്ടാക്കണ പോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് കട്ട കുത്താതെ കലക്കിയെടുക്കണം കേട്ടോ, മാവ് കലക്കിയെടുക്കണം. അപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതാ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയല്ല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കലക്കിയെടുത്തു. ഇനി ഇത് കുറച്ച് നേരം വെക്കാം, ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതി. നമുക്ക് ഓയിലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന വരക്ക് അങ്ങനെ വെച്ചാൽ മതി. കുറേ നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാറില്ല കേട്ടോ ഞാൻ. അപ്പോൾ അത് തന്നെ ഇത് മുക്കി പൊരിക്കാറുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ അതോ ഓയിലോ എന്താണെങ്കിലും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് പൊരിച്ചെടുക്കാറ്. അപ്പോൾ അത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നന്നായി തിരുമ്പിയിട്ടൊന്ന് കഴുകുക. അപ്പോൾ അതിൻ്റെ കറ നമുക്ക് വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ചെറിയൊരു കറ പോലെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറ കളഞ്ഞെടുത്ത് നമുക്ക് വെള്ളം വാരാൻ വെക്കാം. അപ്പോൾ അതാ മാവൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവിൽ ഇതിട്ടിട്ട് കണ്ടില്ല ഇങ്ങനെ മുക്കിയിട്ട് എടുക്കുക കേട്ടോ, നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കണ പോലെ. എന്നിട്ട് ഓരോന്ന് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിടാം. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഓരോന്ന് ഇട്ട് നോക്കി, പിന്നെ എൻ്റെ ക്ഷമ നശിച്ചു. അപ്പോൾ ഞാൻ കൈ കൊണ്ട് കോരിയിടേ ചെയ്തത്. കണ്ടില്ല ഇങ്ങനെ ആക്കിയിട്ട് അതിലത്തെ ആ ഒരു മാവ് കുറച്ച് അതിൽ കണ്ട് കളഞ്ഞിട്ട് അങ്ങനെ മാവ് കൊടുക്കുന്ന ഇടുകയാണെങ്കിൽ ഇതിങ്ങനെ വലിയതായിട്ട് വരും. അപ്പോൾ അത്ര വേണ്ട, നമുക്ക് ഇതിൻ്റെ അതായ ടേസ്റ്റിൽ കിട്ടണമല്ലോ. ഇത് ഫസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തപ്പോൾ എനിക്ക് കളർ വലിയതായിട്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി കളറാക്കണമല്ലോ. ഈ ഒരു കളറിൽ കണ്ടുകഴിഞ്ഞാൽ ആരും വന്ന് നോക്കിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കളറൊന്നും ഇടണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ആ മാവിൻ്റെ കളറൊന്നും മാറി വന്നത്. അപ്പോൾ ഇനി കളർ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുത്ത് നോക്കിയേക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. കാണാൻ ഭംഗി കളർ ഇട്ടിട്ടാണ് കേട്ടോ. പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത്, കളറില്ലാത്തതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും പറയണു കളർ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അത് കളറിട്ട മാവിൽ മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് അതിലുള്ള കൂടുതലുള്ള മാവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ നമ്മൾ ഈ ചൂടൊക്കെ പൊരിച്ചെടുക്കില്ലേ, ചൂട നത്തൂലി എന്നൊക്കെ പറയില്ല, ആ മീനൊക്കെ പൊരിച്ചെടുക്കണ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ചവർപ്പ കയ്പ അങ്ങനെ ഒന്നുമില്ല. ഇതാണ് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പോൾ വെറൈറ്റി ആയിട്ട് ബജ്ജിയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാമല്ലോ. ഇവിടെ ഉമ്മാക്കും മോനിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത്താഴം വരെ ഈ സാധനം ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തണുക്ക് അങ്ങനെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കറുമുറു എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടൊക്കെ വരില്ല, അതേപോലെ ആയിരുന്നു. അപ്പോൾ അത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണ കാരണം എനിക്ക് ഇത്രയൊക്കെ കണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. വീട്ടിൽ മാണിക്കായൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അതുപോലെ നിങ്ങളവിടെ ഇതിനെന്താ പേര് പറയാമെന്നും കൂടി പറയണേ. അപ്പം ഞങ്ങൾ ഇതിന് 3-4 പേരുകൾ കേട്ടിട്ടുണ്ട്. കൊപ്പര എന്ന് കേട്ടിട്ടുണ്ട്. ഉമ്മാടെ വീടിൻ്റെ അവിടെയൊക്കെ ഇതിന് കൊപ്പര എന്ന് പറയും, ചാവക്കാട് ഭാഗത്തൊക്കെ. പിന്നെ അതുപോലെ ശങ്കരംകുളം ഭാഗത്തൊക്കെ ഇതിന് മാണിത്തട്ട് എന്ന് പറയും. ഞങ്ങളവിടെ ഇതിന് വാഴ മാണി എന്നാണ് പറയുക. അതുപോലെ ചില സ്ഥലത്തേക്ക് ഇതിന് വാഴക്കൂമ്പ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ ഇതിന് എന്താ പറയാമെന്നും കൂടി ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാത്ത പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറിഞ്ഞിരിക്കാമല്ലോ. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല, അപ്പോൾ അതിൻ്റെ മീതിടാൻ വേണ്ടിയിട്ട് എടുക്കണ പോലെയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് മുരിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ കഴിക്കുമ്പോഴും ഈ മുരിഞ്ഞ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ പച്ചമുളകൊക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിനും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞു. ഇനി മാണിക്കായ പൊരിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കായ ബജിയും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ആ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല. കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി ഇത് പൊള്ളച്ച് വന്നിരുന്നു. അപ്പോൾ പിന്നെ ഈ ഓയിൽ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അങ്ങനെ നോമ്പ് അവസാനിക്കാനായി. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞ് പിന്നെ ഞാൻ എണ്ണകളൊക്കെ ഒഴിവാക്കൂട്ടാ. ഇനി എന്തായാലും തടി കുറക്കാനുള്ള പരിപാടിയാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരണ്ട്. അപ്പോൾ കായ ബജി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് 2 ഭാഗം മുരിഞ്ഞാൽ ഇനി അത് കോരിയെടുക്കുക. അപ്പോൾ ഈ മാവിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇടാൻ നിന്നിട്ടില്ല കേട്ടോ. ആ മാവിൽ തന്നെയാണ് പൊരിച്ചെടുത്തത്. എരിവിന് എരിവും ഉപ്പിനും എല്ലാം ഉണ്ടല്ലോ അതിൽ. പിന്നെ ഇനി മാറ്റിയെടുക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേറെ മാവൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഒരു തരം മാവ് ഉണ്ടാക്കി നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാമല്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ 2-3 മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല, നമുക്ക് മാണിക്കായ വെച്ചിട്ട് ഉപ്പേരിയും തോരനും മാത്രമല്ല ബാക്കി കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നിങ്ങനെ യൂട്യൂബിൽ നിൽക്കുന്നത് എൻ്റെ വീട്ടുകാരും എല്ലാവരും അത്രയും സപ്പോർട്ടുള്ളതുകൊണ്ടാണെന്ന്. അപ്പോൾ ഇതുപോലെ കുഞ്ഞുമാരായാലും അല്ലെങ്കിൽ ഇത്താരായാലും അവരൊക്കെ ഓരോ വീഡിയോസും ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് എന്നും വരാൻ പറ്റുന്നത്. ഞാനിത് ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് എൻ്റെ കുഞ്ഞുമാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുമ്മ ചോദിച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ട് ചോദിച്ചപ്പോൾ ഞാൻ അടിപൊളിയായിരുന്നു എന്ന്.
അപ്പോൾ കുഞ്ഞുമ്മ ഇനിയും ഇതുപോലെ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചു തന്നോളാം കേട്ടോ. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ബാങ്ക് കൊടുത്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഫസ്റ്റ് പോയി കഴിച്ചു നോക്കിയത് ഈ ഒരു സാധനമായിരുന്നു. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയണമല്ലോ. അത്രയും ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ധൈര്യമായിട്ട് ഉണ്ടാക്കുക. നമ്മുടെ വീട്ടിൽ മാണിക്കായൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കിക്കോളൂ. അത്രയും അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.